വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ന്യൂസ് നൈറ്റ് തുടരുന്നു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പരാതി. MV ഗോവിന്ദൻ, വി ശിവൻകുട്ടി, A റഹീം MP എന്നിവർക്കെതിരെയാണ് പരാതി. കോൺഗ്രസ് പ്രാദേശിക നേതാവ് വിഘ്നേശ്വര പ്രസാദാണ് കുന്നംകുളം പോലീസിന് പരാതി നൽകിയത്. അശ്വിൻ ഡിയാഗോയുണ്ട്. അശ്വിൻ ഡിയാഗോ, അവർ ആ വിവാഹ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയതാണ് എന്നത് മാത്രമാണ്. അതിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നു, അത് വ്യാജവുമായിരുന്നില്ല. ആധാർ കാർഡ് പോലീസ് പരിശോധിച്ച് അമ്പല കമ്മിറ്റിയാണ് ആ വിവാഹം നടത്തിക്കൊടുത്തത്. ആധാർ കാർഡ് വ്യാജമല്ല, പക്ഷേ ആധാർ കാർഡിന് അടിസ്ഥാനമായിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് വ്യാജമായിട്ടുണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. അതിലാണെങ്കിൽ ഇവർക്ക് ഒരു പങ്കുമില്ലല്ലോ. അശ്വിൻ, തീർച്ചയായും അരുൺ വിശദീകരിച്ചതുപോലെ തന്നെയാണ്. ഇക്കഴിഞ്ഞ മാസം മാർച്ച് മാസത്തിൽ 11-ാം തീയതിയാണ് ഈ ഒരു വിവാഹം നടക്കുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ഫർമാൻ ഖാൻ എന്നയാളാണ് ഈ കുംഭമേളയിലൂടെ വൈറലായ, ഇപ്പോൾ നിലവിൽ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുള്ളത്. അന്ന് ഈ കല്യാണം നടന്ന അരിമാനൂർ ക്ഷേത്രത്തിൽ ഈ CPM നേതാക്കൾ 3 പേരും എത്തിയിരുന്നു. MV ഗോവിന്ദൻ, വി ശിവൻകുട്ടി, അതുപോലെ തന്നെ A റഹീം. ഈ 3 പേരും അന്ന് ഈ കല്യാണ വിവരം അറിഞ്ഞവിടെ എത്തിയ 3 പേരാണ്. ഈ 3 പേർക്കുമെതിരെയാണ് നിലവിൽ ഇപ്പോൾ പോലീസിൽ പരാതി ലഭിച്ചിട്ടുള്ളത്. ഇവർ ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. കുന്നംകുളം പോലീസിനാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള വിഘ്നേശ്വര പ്രസാദാണ് നിലവിൽ ഇപ്പോൾ ഈ 3 CPM നേതാക്കൾക്കെതിരെയും പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുടെ പിതാവ് നേരത്തെ തന്നെ ഇത് ലവ് ജിഹാദാണ്, മാത്രമല്ല മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നൊരു വാദവുമായി മുന്നോട്ട് വന്നിരുന്നു. അന്ന് ഈ സംഭവം നടക്കുന്നത് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ, അവിടെ വെച്ചാണ് ഈ സംഭവങ്ങളുടെ തുടക്കം നടക്കുന്നത്. കാരണം ഈ പിതാവുമായി തെറ്റിപ്പിരിഞ്ഞ ഈ പെൺകുട്ടി നേരെ എത്തിയത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ താൻ പ്രായപൂർത്തിയായിട്ടുണ്ടെന്നും അതിന് തെളിവായി ഈ പെൺകുട്ടി തന്റെ ആധാർ കാർഡ് പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് പരിശോധിച്ച ശേഷമാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുള്ളതാണെന്നും ഇഷ്ടമുള്ള ആൾക്കൊപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഈ പിതാവിനോട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ഇപ്പോഴത്തെ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കൊപ്പം ഈ പെൺകുട്ടി അന്ന് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് നിലവിലിപ്പോൾ ഇവർ അന്ന് തന്നെ വൈകുന്നേരം 5 മണിയോടുകൂടി ഈ അരിമാനൂർ നയനാർ ക്ഷേത്രത്തിലെത്തി വിവാഹം കഴിക്കുന്നതും. അന്ന് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് ക്ഷേത്ര ഭാരവാഹികളായിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റുകളും അതിലും ഈ ആധാർ കാർഡ് അടക്കമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതും അവർക്ക് അതിൽ വ്യാജമാണെന്ന് തോന്നിയിരുന്നില്ല. അങ്ങനെയാണ് ഈ വിവാഹം നടക്കുന്നതും ഈ ചടങ്ങിലേക്ക് ഈ 3 CPM നേതാക്കൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതൊരു പുലിവാൽ കല്യാണമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ വിവാഹം കഴിച്ചെന്ന് പറയുന്ന ഈ രാജസ്ഥാൻ സ്വദേശിക്കെതിരെ ഈ ST നിയമപ്രകാരമടക്കം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ദേശീയ ST കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ഈ പിതാവ് ST കമ്മീഷനും ഈ ഒരു പരാതി നൽകിയിരുന്നു, മകൾ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം. അത് പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഇയാൾക്കെതിരെ ST നിയമപ്രകാരം കൂടി കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഈ വിവാഹത്തിൽ പങ്കെടുത്ത 3 പേർക്കെതിരെ കൂടി കേസെടുക്കണമെന്നൊരു ആവശ്യം ഉയരുകയും ചെയ്യുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആവശ്യമില്ലാത്തൊരു പുലിവാലി പിടിച്ചു.